മോളെ, അങ്ങനെ ഇന്നലെ രാധമ്മ സ്വന്തം വീടിന്റെ പാലുകാച്ചൽ നടത്തിയില്ലേ? ആ വീടിനോടൊരു സെന്റിമെന്റ്സ് ഉണ്ട്. അത് പിന്നെ ഇല്ലാതിരിക്കും മോളെ. ആ വീട്ടിലല്ലേ പ്രിയയും രാജുവും ശ്രീലക്ഷ്മിയും ഓടിക്കളിച്ചു വളർന്നത്. അത് മാത്രമല്ല ചെറിയമ്മ, ചവിട്ടി ഇറക്കിയ വീട്ടിലേക്ക് തിരികെ കയറണമെന്നുള്ള വാശിയില്ലേ? എല്ലാവരും മനുഷ്യരല്ലേ? അതൊക്കെ ശരിയാവും മോളെ. പക്ഷേ ഇനി അതൊന്നും മനസ്സിൽ വെക്കണ്ട. രുക്മിണി ഇപ്പോ അംബികാ മേഡത്തിന്റെ തോഴിയാ. എന്നുവെച്ചാ എന്തൊക്കെ ഉണ്ടായാലും ശ്രീലക്ഷ്മി നമ്മുടെ കുട്ടിയാ, രാജുവിന്റെ പെങ്ങളുവാ. അത് അവളും കൂടി തിരിച്ചറിയണ്ടേ മാഡം? അവള് തിരിച്ചറിയുന്ന കാലം വരും രാജു. രുക്മിണി ആരാണെന്ന് ശ്രീലക്ഷ്മി മനസ്സിലാക്കുന്ന ഒരു ദിവസം അത്ര വിദൂരമൊന്നല്ല. ചേർന്ന് നിൽക്കുന്നത് കടി കിട്ടുന്ന വിഷപ്പാമ്പിന്റെ അടുത്താന്ന് തോന്നുമ്പോ ശ്രീ തിരിച്ചു വരും. അന്ന് ഈ ചെയ്തതിനൊക്കെ അവള് കരഞ്ഞു തീർക്കുകയും ചെയ്യും. പക്ഷേ എനിക്ക് നിങ്ങളോടൊരു പരാതിയുണ്ട്. എന്താ ചെറിയമ്മ? രാജു പ്രതാപേട്ടന്റെ മരുമകനാ, സൂര്യമംഗലത്തിന്റെ അനന്തരാവകാശി കൂടിയാ. അപ്പോ രാജുവിന്റെ കുടുംബം താമസിക്കേണ്ടത് അങ്ങനൊരു വീട്ടിലല്ലല്ലോ. എന്ത് ചെയ്യാം? അവനവന്റെ മുതല് പോലും ഔദാര്യമാണെന്ന് കരുതുന്ന ഈ മഹാ ആദർശവാനോട് ഞാൻ എന്തു പറയാനാ? ഹരിശ്ചന്ദ്ര മഹാരാജാവിന്റെ താവഴിപ്പെട്ടവരാണെന്നുള്ള തോന്നലാ വേണുവേട്ടനും വേണുവേട്ടന്റെ ഈ പൊന്നും മോനും. നീ എങ്ങനെ മോളെ ഈ മുരടനെ പ്രേമിച്ചേ? പ്രേമിച്ചെന്നോ? ചെറുപ്പത്തിലെ കൂടെ കൂടി ക്ലാസ് എടുത്ത് ഞാനീ മുരടനെ പ്രേമം പഠിപ്പിക്കായിരുന്നു. ഹോ, എന്ത് പാടുവിട്ടെന്നറിയോ? ചെറുമേ, അപ്പു വിളിച്ചോ? അവള് വിളിച്ചിരുന്നു, വിശേഷമൊന്നുമില്ല. അച്ഛനെവിടെ? പ്രതാപേട്ടനകത്തുണ്ട്. എങ്ങോട്ട് പോവാൻ റെഡിയാവുക? അച്ഛൻ കുളിക്കുകയാണെങ്കിൽ ഇപ്പൊ തന്നെ ആ കാര്യം ചെയ്യണം. ഭാഗ്യം, അച്ഛൻ കുളിക്കുക. രാജുവിനോട് പോലും പറയാതെ ഞാൻ ചെയ്യുന്നൊരു കാര്യം ഇത്. എൻ്റെ അച്ഛനും അമ്മയും ഒരേ മനസ്സോടെ പരസ്പരം സ്നേഹിച്ച് ഈ വീട്ടിൽ ജീവിക്കണം. അതെൻ്റെ ഡ്രീം. അച്ഛനത് കാണണേ എൻ്റെ ഭഗവാനെ. വർമ്മ സാറില്ലേ? ഉണ്ട്, അച്ഛൻ കുളിക്കുകയാണെന്ന് തോന്നുന്നു. പിന്നെന്താ ഋതുന്നൊരു ടെൻഷൻ പോലെ? ചേച്ചി ഒന്നുമില്ല, രാജുവിന് വെറുതെ തോന്നുന്നതാ. രാജു, നമുക്ക് നമ്മുടെ മുറി പോ. അല്ല, സാറിനെ കാണണ്ടേ? അല്ല, അച്ഛൻ കുളിക്കുകയല്ലേ, പിന്നെ കാണാം. രാജുവാ.